എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ഓണാഘോഷത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വീട്ടിൽ നാളിലായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ കൊല്ലമാണ് ഞങ്ങളുടെ നാട്ടിലെ ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് നമ്മുടെ ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഗുരുവിൻ വചനം കേൾക്കാനും ഉരുവിട്ടെന്നു മുറയ്ക്കാനും മാതൃഭൂവിനെ ഓർക്കാനും മാതൃകയായി ജീവിക്കാനും മതേതരത്വം മാനിക്കാനും മനസ്സിലെന്നും തെളിയേണം ഈശ്വര ചൈതന്യമുള്ളിലുണർത്തും വിദ്യാലയമേ കൈത്തൊഴാം. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ മത്സരം പൂക്കള മത്സരമായിരുന്നു. അതിന് 5 ടീമാണ് മത്സരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതിലൊരു ടീം ഞങ്ങളുടേതായിരുന്നു കേട്ടോ. ഒരു ടീമിൽ 5 പേരാണുള്ളത്. ഞങ്ങളുടെ ടീമിൻ്റെ പേരാണ് തകൃതി. അപ്പോൾ അതേ തകൃതിയായിട്ട് തന്നെ ഞങ്ങളിവിടെ ഡിസൈനൊക്കെ വരച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ടീമിൽ വരയ്ക്കാൻ അറിയുന്ന 2 പേരുള്ളൂ കേട്ടോ. ഒന്ന് വർഷയും ഒന്ന് അപ്പും. പിന്നെ ദേ വീണ ഉണ്ട്, പിന്നെ പൊന്നും ഉണ്ട്, പിന്നെ ഞാനുണ്ട്. ഞങ്ങൾ 5 പേരായിരുന്നു ഒരു ടീമിലുണ്ടായിരുന്നത്. ഞങ്ങൾ പൂവൊക്കെ ഓൾറെഡി ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ശരിയാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പൂവ് തികയോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് പൂവ് വാങ്ങിച്ചു, അതാണ് കേട്ടോ ഇരുന്ന് നേരാക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അവരെന്തൊക്കെയോ അതിൽ എഴുതി കൂട്ടുന്നുണ്ട്, PRY അങ്ങനെ എന്തൊക്കെയോ എഴുതി കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് പിക്കൊക്കെ നോക്കിയിട്ട് വരയ്ക്കുന്നത് കേട്ടോ. അവർക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാം. അപ്പോൾ അവരാണ് വരയ്ക്കുന്നത്. എല്ലാ ടീമും ഇതിലിപ്പോൾ 5 ടീം പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാവരും നന്നായിട്ട് തന്നെ നല്ല ആവേശത്തോടെ തന്നെ മത്സരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡിസൈൻ. അത്യാവശ്യം നന്നായിട്ട് പൂവൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കളറും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു 7 കളറട്ടോ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ദേ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾക്കിതിൽ മത്സരിക്കാൻ 2 മണിക്കൂറാണ് തന്നിട്ടുണ്ടായിരുന്നത്. അവർ ഓരോ ടൈം കഴിയുമ്പോഴും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഇനി ഇത്ര മണിക്കൂറേ ഉള്ളൂ അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു ഓണാഘോഷ പരിപാടി നടത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ പൂക്കള മത്സരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരി നമ്മുടെ നാട്ടിലെ പരിപാടിയിലെ അതിലൊന്ന് പങ്കെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ ശരി അവർ വരയ്ക്കാനും എല്ലാത്തിനും കൂടാം എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ പെട്ടെന്ന് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിന് പേരും ഇട്ടു. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് തകൃതി. അപ്പോൾ അതേ നല്ല തകൃതിയായി തന്നെ ഞങ്ങളുടെ പൂക്കളൊക്കെ ഇവിടെ പകുതി ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. എല്ലാവരും കേട്ടോ 5 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 5 പേരും നന്നായിട്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഭയങ്കരമായിട്ട് ബിസിയാണ് കേട്ടോ പൂവ് ഇടുന്നതിൽ. ഇനി നിങ്ങൾക്ക് ഞാൻ ഞങ്ങളുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നല്ല രസമുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ കളറൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരുടെയും പൂക്കളൊക്കെ ഇടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പൂക്കളൊക്കെ ഇടൽ കഴിഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഇനി ഓരോ ഗ്രൂപ്പിനെയും കാണിച്ചു തരാം കേട്ടോ. ഇത് 4ാമത്തെ ഗ്രൂപ്പിൻ്റെ പൂക്കളാണ്. ഒരു വിഘ്നേശ്വരൻ്റെ രൂപമൊക്കെയാണ് കേട്ടോ അവർ വരച്ചിട്ടുള്ളത്. ഭംഗിയുണ്ടായിരുന്നു. ഇത് 3ാമത്തെ ഗ്രൂപ്പിൻ്റെ പൂക്കളാണ്. ഒരു കഥകളിയുടെ രൂപമൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് 2ാമത്തെ ഗ്രൂപ്പാണ്. ഇതും ഏകദേശം ഞങ്ങളുടെ ഒരു ഇത് അനുസരിച്ചുള്ള ഒരു ഡിസൈനൊക്കെ ആയിരുന്നു. പിന്നെ 1ാമത്തെ ഗ്രൂപ്പാണ് ഇത്. അവരുടെ ഈ ഒരു ഡിസൈനായിരുന്നു കേട്ടോ. പൂക്കളത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്നല്ലായിരുന്നു കേട്ടോ, പുറത്തുനിന്ന് വന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ വിധിയൊക്കെ നിർണ്ണയിച്ച് വിധി കൈമാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കവറിനുള്ളിലാണ് 1ാം സ്ഥാനം ആർക്കാണെന്നൊക്കെ ഉള്ളതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. എന്തായാലും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 5 ഡിസൈനും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. എന്തായാലും 1ാം പ്രൈസ് ആർക്കാണ് അടിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം. ഇനി ദേ അടുത്ത ഓണാഘോഷ പരിപാടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാവേലി എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ആറ്റൂരിൻ്റെ സ്വന്തം മാവേലിയാണ്. ഞങ്ങളുടെ ലതിക ടീച്ചറാണ് മാവേലിയുടെ വേഷം കേട്ടിട്ടുണ്ടായിരുന്നത്.
ഇനി നമുക്ക് ഓരോ മത്സരങ്ങളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് സ്പൂൺ റേസ് ആയിരുന്നു, അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെ റൗണ്ടിൽ ഞാൻ ജയിച്ചു. രണ്ടാമത് വന്നത് ഫൈനൽ റൗണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ 3 ആളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പൊട്ടിപ്പോയി ഗൈസ്, 8 നിലയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നത്തെയാണ് കസാരക്കളി എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ ഇവിടെ നാട്ടിലിങ്ങനെ പ്രോഗ്രാം നടക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ കൊല്ലം പരിപാടി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു കുട്ടി തന്നെ ഞങ്ങളുടെ പേര് എല്ലാത്തിലും നിരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ അടുത്തത് കസാരക്കളിയാണ്. കസാരക്കളി ഫസ്റ്റ് റൗണ്ടിലൊന്നും പോയില്ല, രണ്ടാമത്തെ റൗണ്ടായപ്പോഴേക്കും ഞാൻ ഔട്ടായി പോയിട്ടോ. അതാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചെറുതായിട്ടൊരു പേടിയല്ല, ഒരിത് എന്താ പറയുക, നമ്മുടെ നാട്ടിലാണ് നമ്മളിത് കളിക്കുന്നത്, ആൾക്കാർ കളിയാക്കുമോ, അതായത് നമ്മുടെ അനിയന്മാരൊക്കെയാണ് അവിടെ നിൽക്കുന്നത്, അവന്മാരൊക്കെ ചിലപ്പോൾ കളിയാക്കും. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അവർ കളിയാക്കുന്നില്ല കേട്ടോ. പിന്നെ കുറേ മത്സരങ്ങളുണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ടുതൊടലുണ്ടായിരുന്നു, അതും ഞങ്ങൾ പേര് കൊടുത്തു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയപരിധി മൂലം ചെറിയ കുട്ടികൾക്ക് മാത്രമേ ആ ഒരു റൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കില്ല, അതിലൊക്കെ ഞാൻ 8 നിലയിൽ പൊട്ടി ഗൈസ്. കാരണം എൻ്റെ കൈ ഓട്ടമുള്ള കാരണം വെള്ളം മൊത്തം ഓട്ടയിൽ കൂടെ പോയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അതിലൊന്നും ജയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ പൂക്കള മത്സരത്തിൻ്റെ റിസൾട്ടാണ് കേട്ടോ. മാവേലിയാണ് നമുക്ക് സമ്മാനങ്ങളൊക്കെ തരുന്നത്. പൂക്കള മത്സരത്തിൻ്റെ 5 മണിക്കാണ് കേട്ടോ പ്രൈസ് ഇത് വിധി പറയുന്നത് ഉണ്ടായിരുന്നത്. അപ്പോൾ 3rd പ്രൈസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി 2nd പ്രൈസാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം രാവിലെ കഴിഞ്ഞ പൂക്കള മത്സരം വൈകുന്നേരം 5 മണിക്കാണ് വിധി പ്രഖ്യാപിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കായിരുന്നു. എന്തെങ്കിലും കിട്ടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് അല്ലെങ്കിലും 2nd 3rd പോയാൽ 3rd എങ്കിലും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ 2nd പ്രൈസാണ് കേട്ടോ. 2nd പ്രൈസ് വന്നിട്ട് ടീം 1-നാണ് 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ സമ്മാനം വാങ്ങിക്കുകയാണ് കേട്ടോ. ക്യാഷ് പ്രൈസാണ്, 3 ടീമിനും ക്യാഷ് പ്രൈസ് ഉണ്ട്. അത് ഓരോരോ എമൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഇത് സമ്മാനങ്ങളൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് നിൽക്കണം കേട്ടോ. നമ്മുടെ നാട്ടിലെ പരിപാടിയല്ലേ, അപ്പോൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് നിൽക്കുകയാണ് ഈ പൂക്കള മത്സരത്തിൻ്റെ സമ്മാനങ്ങളൊക്കെ. ക്യാഷ് പ്രൈസും ഉണ്ട്, ഒപ്പം തന്നെ ഒരു ചെറിയൊരു ട്രോഫിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ടീം 1 ഇനി ഉള്ളതാണ് ഫസ്റ്റ് പ്രൈസ്. ഭയങ്കരമായിട്ട് ഈ സമയത്തൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. പിന്നെ ടീം 1-ന് 2nd പ്രൈസ് കിട്ടിയപ്പോൾ ചെറുതായിട്ട് ഞങ്ങൾക്കൊരു ഇത് വന്നു തുടങ്ങി. ഓക്കെ, ചിലപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഇത് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ഞങ്ങളുടെ ടീമിനായിരുന്നു, ടീം തകൃതിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കിടന്ന് കൂകുന്നുണ്ടായിരുന്നു കേട്ടോ. അത്രയും സന്തോഷമായിരുന്നു. കാരണം രാവിലെ കഴിഞ്ഞ ഒരു മത്സരത്തിൻ്റെ റിസൾട്ട് വരുന്നത് വൈകുന്നേരമാണ്. അതുവരെ അവരോട് പറയാൻ പറ്റും, അവർ പറയില്ല പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്ന് പറയാൻ നമ്മളെടുത്ത എഫേർട്ടിനും ഒക്കെ ഉള്ളൊരു സമ്മാനം. അങ്ങനെ ഞങ്ങൾ മാവേലിയെടുത്ത് സമ്മാനമൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും മത്സരങ്ങളുണ്ടായിരുന്നു, ഉറിയടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഉറി അടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇതിലും ഞങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഒരു അനിയനാണ് ഈ ഉറി അടിക്കാൻ പോകുന്നത്. പക്ഷെ അവൻ ഉറിക്കല്ല അടിച്ചത്, നേരെ അവൻ്റെ കയ്യിൽ നിന്ന് കോല് പോയിട്ട് ഒരു കുട്ടിയുടെ കാലുമിലിക്കാണ് കേട്ടോ പോയി അടിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറയാലോ, ഈ ഉറിയടിയൊക്കെ കാണുമ്പോൾ അവർക്ക് കണ്ണ് കാണുന്നുണ്ടാവും, എന്നിട്ട് അവർ പോയിട്ട് അടിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ ആ ധാരണയൊക്കെ മാറി ഗൈസ്. ഞാൻ അതിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ മതം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പരിപാടിയാകുമ്പോൾ എല്ലാവരും പങ്കെടുക്കും, എല്ലാവരും അതിലൊരു എന്താ പറയുക ഇതായിട്ട് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഓണാഘോഷ പരിപാടിക്ക്. നിങ്ങൾ കാണുന്നുണ്ടാവും അവൻ തലയിൽ കൈവയ്ക്കുന്നത്. വേറൊന്നല്ല ഗൈസ്, അവൻ്റെ കയ്യിൽ നിന്ന് വടി പോയിട്ട് വേറൊരു കുട്ടിയുടെ കാലുമ വീഴുകയാണ് ചെയ്തിട്ടോ. ചിലരൊക്കെ വേഗം പോയിട്ട് ഉറി അടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരിപാടി എനിക്ക് തോന്നുന്നു ഒരു 9 മണി ആ ഒരു ടൈം വരെ, 9 പോരാ തോന്നുന്നു, അത്രയും സമയം നീണ്ടു നിന്നിട്ടുണ്ട്. എന്നാലും ആൾക്കാർക്കൊരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ഉറി അടിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ കലാപരിപാടിയാണ് ഗൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോളൂ. ഈ പോകുന്നത് ഞാനാണ്. എന്നെ ഇവർ ശരിക്കും ചതിച്ച് ഗൈസ്. ഞാൻ വടിയും കുത്തി കണ്ണ് കാണാത്ത അമ്മച്ചിമാരെ പോലെ പോകുന്നുണ്ട്. പകുതി എത്തപ്പോഴേക്കും എൻ്റെ ഒരു അനിയൻ അടുക്കി പറഞ്ഞ് ഞാൻ അടിച്ച് ഗൈസ്. പക്ഷേ അത് ഹുറിമ കൊണ്ടില്ലെന്ന് മാത്രം. പിന്നെ വടംവലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിനി കാണുന്നത്. വടംവലി കാണുന്നതൊന്നും ഞാൻ നിന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്.
Very good.